ആറ്റിങ്ങലിൽ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെതിരെ ജനവികാരം ശക്തിപ്പെടുന്നു. മത്സരിക്കാനെത്തിയപ്പോൾ വാഗ്ദാന പെരുമഴ സൃഷ്ടിച്ച അടൂർ പ്രകാശിനെ ജയിച്ച ശേഷം മണ്ഡലത്തിൽ കാണാനില്ല എന്നാണ് പരാതി. വികസനത്തിന്റെ കാര്യത്തിലും എം പി ഒളിവിലാണെന്ന് വോട്ടർമാർ പറയുന്നു. 38,247 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങലിൽ നിന്നും വിജയിച്ച കോൺഗ്രസിന്റെ അടൂർ പ്രകാശ്. കഴിഞ്ഞ 5 വർഷത്തെ എം പിയുടെ പ്രവർത്തനം എങ്ങനെയെന്നൊന്ന് പരിശോധിച്ചാലോ? എം പി ഫണ്ട് വിനിയോഗത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ പൂർണ്ണമായും തഴഞ്ഞു. സ്കൂളുകളുടെ നവീകരണത്തിനോ ആശുപത്രികളിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല. വിനിയോഗിച്ച തുകയിൽ തന്നെ ഭൂരിഭാഗവും ഹൈമാസ്ക് ലൈറ്റുകൾ വാങ്ങാൻ വേണ്ടി മാത്രവും. ഇനി ജനങ്ങൾക്ക് എം പിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയി, പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും നിൽക്കുന്ന അറിവുണ്ട്, പോസ്റ്ററും ഉണ്ട്. പക്ഷെ ആളെ കാണാനല്ല, അവരെ കൊണ്ടുവരുന്ന അവരുടെ രാഷ്ട്രീയക്കാരുടെ ചോദിച്ചിട്ടും അറിയാൻ വയ്യ. ഒരു കാര്യം ചെയ്തിട്ടില്ല ഈ നാട്ടിൽ ഇങ്ങോട്ട് വന്നതുപോലും ഇല്ല. ആള് പോയിട്ട് ഇവരെ കാണാൻ പോലും ഇല്ല ആളിന്. അവർ പലതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു, ഇതുവരെയ്ക്ക് ഒരു നടപ്പുമില്ല. ഒരു വികസനം ഇവിടെ നടത്തില്ല. അവിടെ ഇവിടെ ലൈറ്റ് ഉണ്ടെന്ന്, ഐമാക്സ് ലൈറ്റ് അവിടെയൊക്കെ ഇട്ടെന്നൊക്കെ പറയുന്നതായിട്ട് നമ്മൾ ഈ ഏരിയയിലൊന്നും അതും വന്നിട്ടില്ല ഇതുവരെ. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നിനും നമ്മൾ കണ്ടിട്ടില്ല. ഒരു കാര്യത്തിന് പോലും വന്നിട്ടില്ല. അതാ ഇപ്പോഴും ഈ പടം കണ്ട് ഞങ്ങൾ കണ്ടു. ഇലക്ഷന് മാത്രം വേണ്ടി സഹകരിക്കുകയുള്ളൂ. ഇവിടെ ഒരു പ്രവർത്തനവും ഇവിടെ ചെയ്തിട്ടില്ല. ഐസർ, IIST തുടങ്ങിയ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ അടുത്തഘട്ട വികസനങ്ങൾ ഇപ്പോഴും പേപ്പറിൽ മാത്രം. എന്തിന് ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി അനിശ്ചിതമായി നീളുന്നതിലും കേന്ദ്ര സർക്കാരിന്റെയും എം പിയുടെയും നിഷേധാത്മകമായ നിലപാടുകളെ തുറന്നുകാട്ടുകയാണ് മുൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് സുശോഭനൻ. ചിറയൻകീഴിന്റെ MP എന്നുള്ള നിലയിൽ നിലവിലുള്ള MP ഇക്കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തികച്ചും നിസ്സംഗമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മണ്ഡലത്തിലെ 2ാം അംഗത്തിൽ അടൂർ പ്രകാശിനെ ജനം പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യം എന്ത് എന്നും വോട്ടർമാർ തന്നെ ചോദിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഓരോ കോണുകളിലും എത്തി അടൂർ പ്രകാശ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിരവധിയാണ്. MP ആയി 5 വർഷങ്ങൾക്കിപ്പുറം അപൂർവം ചില ഹൈമാസ് ലൈറ്റുകൾ ഒഴികെ മണ്ഡലത്തിൽ വികസനം തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം തന്നെ MP യെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല എന്ന ജനങ്ങളുടെ പരാതിയും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്.